ഇവിടെ ഇവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അഞ്ജന 19 വയസ്സുണ്ട് ആൾക്ക്. ശടാ, ഇവളുടെ പേരെന്താണെന്നറിയാമോ? ആശ എന്നാണ് കേട്ടോ. ആശ 20 വയസ്സായി. ഇതാ 2 ചേട്ടന്മാരവിടെ ഒക്കെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. പാപ്പാന്മാരാണ്. ഇതാ കുറിയൊക്കെ തൊട്ട് നല്ല ഗുഡ് ഗേൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഏറുമാടമാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ നല്ല ഹൈജീനിക് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഇതുണ്ട കുട്ടികളുടെ പാർക്ക്. പോകുന്ന വഴിയുടെ മാപ്പ് കൊടുത്തിരിക്കുന്നതാണ്. പുഴയോര കഫ്റ്റീരിയ, വിശ്രമ സ്ഥലങ്ങൾ, ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഫുള്ളിങ്ങനെ മുളയല്ലേ ഇത്? അതെ, മുളകൾ കൊണ്ടുള്ളൊരു തോട്ടം തന്നെയുണ്ട്. ഭയങ്കര രസമാണ്. രക്തചന്ദന തോട്ടം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് രക്തചന്ദനം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമോ? ഇതാ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു, ഇത്രയും വലിയൊരു കലാകാരൻ, ഇത് പണിത കലാകാരൻ ആരാന്നറിയില്ല കേട്ടോ. സൂപ്പർ. ഓണമായിട്ട് ഊഞ്ഞാലാടിയില്ലെന്ന് വേണ്ട, എന്തായാലും ഊഞ്ഞാലുണ്ട്. നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്യാം. എല്ലാം വലിയ വലിയ മുളക്കൂട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേരുകൾ, ഈ മുളയുടെ ഒക്കെ അകത്ത് കുറേ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് മുളയുടെ ഓരോ സംഭവങ്ങളും പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി 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 വലുതാ. കാരണം അകത്തുള്ള ഓരോ തടികളിലും നല്ല പ്രണയിനികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലവ് ബേഡ്സുകളുടെ പേരുകൾ ധാരാളം എഴുതിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തിരികെ പോവുകയാണ് കേട്ടോ. അഭയാരണ്യത്തിൽ നിന്ന് തിരികെ പോവുകയാണ്. കോടനാടുള്ള ആനസംഗീത കേന്ദ്രം കാണണമെന്ന് കുറേ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഫ്രണ്ട്സൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് വന്നു, കണ്ടു. കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ക്ഷീണമൊന്നും തോന്നിയില്ല, വെയിൽ അങ്ങനെ തോന്നിയില്ല. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ്. നിങ്ങളും ഈ വഴിക്കൊക്കെ വരുമ്പം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ പൊതുവിൽ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാനും എന്തായാലും ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് ധന്യാസ് വ്ലോഗ് ആൻഡ് ഇടുക്കി കിച്ചൺ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ത്വര ഉണ്ടാകാൻ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. താങ്ക് യു. കാണാം നെക്സ്റ്റ് വീഡിയോയിൽ.